നോക്ക് എന്റെ പൊന്നെ. അയ്യോ ഇത് ഭയങ്കര സുന്ദരിയായിരിക്കുന്നു. വേറൊരു നല്ല രസമുണ്ടല്ലേ? ചക്ര ഇത് നല്ല രസമുണ്ട് നിനക്ക്. ശരി, ഈ ഉടുപ്പ് നല്ല ഭംഗിയുണ്ട്. അല്ല ഹെയർ സ്റ്റൈല് എനിക്ക് ഇഷ്ടപ്പെട്ടു. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല രസം. മീനാക്ഷി ചേച്ചിയുടെ ഉടുപ്പ് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇഷ്ടപ്പെട്ടു. ഇവള് ഭയങ്കര ഇങ്ങനത്തെ ഡ്രസ്സ്, കമ്മല്, നമ്മുടെ ഹെയർ സ്റ്റൈലൊക്കെ മാറുക, ഇതൊക്കെ വളരെ ശ്രദ്ധിക്കും കേട്ടോ. മോളെ ബിന്യന്റെ മാല ശരിക്കും ഒന്ന് നോക്കിക്കോ, വളരെ റേറാ. കണ്ടോ? കാണിച്ചേ. കണ്ടോ? ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ആ എവിടുന്ന ചേച്ചി? എന്റെ കൂട്ടുകാരി ഭവാനിയുടെ അടുത്തുനിന്ന് കടം വാങ്ങിച്ചതാ. എന്തും മാലയെ നോക്കി. വെള്ളി കലർന്ന മാല. അമ്പലത്തിന് ഗണപതി കിട്ടോ? അല്ല ചേച്ചി ശരിക്കും പറഞ്ഞ ചെന്നൈന്നൊക്കെ ഇങ്ങനെ കൊണ്ടുവരുമ്പോഴേ കുന്തൻ അവിടുന്ന് ഇങ്ങനെ ഒരു പണക്കാരനെ ബഹുമാനിക്കാൻ ശീലിക്കണോ? ബഹുമാനിക്കാൻ ശീലിക്കും. കുന്തകല്ല, അൺകട്ട് കുന്തൻ. എന്നിട്ട് എക്സിബിഷൻ മേടിച്ചതാ. ഈശ്വര, ഇവിടെ ആരില്ലല്ലോ ഇതൊന്ന് പറഞ്ഞു ചിരിക്കാനായിട്ട്. കണ്ണാറേ വെറൈറ്റി പാറ്റേൺ ആണ് കേട്ടോ. ഒന്ന് സൂം ചെയ്യ് പ്ലീസ്. ഒന്ന് സൂം ചെയ്ത് കാണിച്ചാ മാല. ഇവിടെ ഞാനൊരു കലക്കും എന്റെ കറവേട്ടാ. തിരിച്ചിരുന്നാ നിന്റെ കവളെന്താ ചുവന്ന് കിടക്കുന്നത്? വല്ലതും തേച്ചോ? ഏയ് ഞാനൊന്നും തേച്ചില്ല. ജന്മനാ എന്റെ മുഖം അങ്ങനെയാ. അസൂയ. രക്ഷയില്ലപ്പാ. അതെ. ചേച്ചി കഴുത്താനൊക്കെ അല്ലെന്ന് കുറച്ച് നേരം. ആരെങ്കിലും പിടിച്ചോണ്ട് പോയിരുന്നാ മതി. ഇഷ്ടപ്പെട്ട കുഞ്ഞിന് ഇഷ്ടായിടാ. എന്റെ സത്യത്തിൽ അത്ര പോരെന്ന്. അല്ല ഈ ചുരിദാർ ഞാൻ ആദ്യമായിട്ട് തന്നെയാ കാണുന്നത്. അതെ ഞാനും അതെ എനിക്ക് ഫസ്റ്റ് ഇടുന്നതാ. പക്ഷെ എനിക്ക് അത്ര അങ്ങ് ഇഷ്ടായില്ല, അത്രേ ഉള്ളൂ. റിമിക്ക് എന്തിട്ട പൊന്നുകൂടത്തിന് എന്തിനാ പൊട്ട്? അതെ. ഈശ്വരാ, പാവത്തുങ്ങൾക്ക് ഇങ്ങനെ സൗന്ദര്യം തരല്ലേ. കൊല്ല് കൊല്ല്. പിന്നെ എന്ത് ചേട്ടന്റെ ഷർട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഒരുപാട് നാളായിട്ട് ശരി മക്കളെ അങ്കിള് കുറെ നാൾ ഇട്ട പക്ഷെ നമ്മുടെ ഡ്രസ്സിനെയൊക്കെ കടത്തി വെട്ടി ആ പൂക്കളുള്ള കുഞ്ഞുടുപ്പ് അതെ. കണ്ടാ നമ്മുടെ കുഞ്ഞുടുപ്പ് കണ്ടാ. കുഞ്ഞുടുപ്പ്. പറയാം അവിടുത്തെ വിശേഷം. ഇന്ന് എന്താ ഫാമിലി റൗണ്ടിൽ എന്തൊക്കെ ഒരുക്കിയിട്ടുണ്ട്? റാണി പൂപ്പിനുണ്ടോ? ആരൊക്കെയുണ്ടെന്ന് വെച്ചാ ഷേർലി ചേച്ചി, അപ്പു അച്ചാച്ചൻ, അമ്മു ചേച്ചി, ആഷിൻ അച്ചാച്ചൻ, എല്ലാരും ഉണ്ട്. ആകെ മൊത്തം എത്ര പേരുണ്ട്? അത് ഒരു 7 പേര്. ഞങ്ങൾ ഒരു ലോറിയിലാ വന്നേ. 6 പേര്. ഓറിയില്. ഓക്കെ, സാങ്ഷൻ. അതെ. ഏത് പാട്ടാ പാടുന്നേ? നിങ്ങളിപ്പോ സിറ്റിയിലല്ലേ താമസിക്കുന്നത്? ആര്? ഞങ്ങളോ? എല്ലാരും സിറ്റിയിലാണല്ലോ. ശരി. അതുകൊണ്ട് ഞാൻ നിങ്ങളെ ഗ്രാമത്തിലോട്ട് കൂട്ടിക്കൊണ്ടുപോവാണ്. ഇപ്പൊ ബസ് വരെ എല്ലാരും ചാടി കയറി. ഓക്കെ 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 റെഡി. ഇപ്പൊ എന്റെ ഫാമിലി മെമ്പേഴ്സും ഉണ്ട്. ഞങ്ങൾ എൻജോയ്. ഞങ്ങൾ ഇങ്ങനെ ബസ് സ്റ്റാൻഡ് വെയിറ്റ് ചെയ്യാണ് ബസ് വരാൻ വേണ്ടി. ഓ ദോ വരുന്നുണ്ട്. ഓക്കെ അല്ല, വരുന്നതിന് മുമ്പേ ഒരു കാര്യം ചെയ്യ്, ഡീറ്റെയിൽസ് പറഞ്ഞു. മൂവിയുടെ പേര് രതി നിർവേദം. ആഹാ. വർഷം 2011. മ്യൂസിക് MJ ചന്ദ്രൻ സാറ്. ലിറിക്സ് മുരുകൻ കാട്ടാക്കട സാറ്. പാടിയത് നിഖിൽ രാജ്. നിഖിൽ ഒരു ഉഗ്രൻ സിംഗറാ. പക്ഷെ കണ്ടാൽ എത്ര പേർക്ക് അറിയാവുന്ന റിയാലിറ്റി ഷോയിലൂടെ വന്നൊരു പയ്യനാണ് നിഖിൽ. ഉഗ്രൻ സിംഗറാണ്. ഓക്കെ മോളെ, ബസ് വരാറായോ? അതെ, ഞങ്ങള് ചാടി കയറട്ടെ. ഞങ്ങള് വെയിറ്റ് ചെയ്യാം. അല്ല, ബസ് വന്നു. ഓൾ ദ ബെസ്റ്റ്.
നാട്ടുവഴിയിലെ കാറ്റ് മൂളണ നല്ല കദളി കൂമ്പിനുള്ളിൽ തേൻ കുടിച്ചില്ലേ കൊതിയൂരി നിന്നില്ലേ മഞ്ഞള് മാഞ്ഞു വരും മഴയോ മുടി മാടിയതൊക്കെയല്ലേ പാദസരങ്ങൾ അണിഞ്ഞൊരു കോമഴ മാടി വിളിച്ചില്ലേ ചുണ്ടിൽ ചിരിചോരം മരിമുല്ലപ്പെൺകൊടിയേ പാവാടപ്രായം 17 കഴിഞ്ഞില്ലേ പുകിലാടിയ വേനലൊഴിഞ്ഞു മറഞ്ഞതും ആരും അറിഞ്ഞില്ലേ ഈ നാട്ടുവഴിയിലെ കാറ്റ് മൂളണ പാട്ട് കേട്ടില്ലേ നല്ല കദളി കൂമ്പിനുള്ളിൽ തേൻ കുടിച്ചില്ലേ കൊതിയൂരി നിന്നില്ലേ കണ്ണാരം പൊത്തിയൊളിച്ചും പുന്നാരം കണ്ടുപിടിച്ചും ആഞ്ഞിലി മൂട്ടിലൊളിച്ചു കളിച്ചില്ലേ Aha, sabar, sabar. ആഹാ. Nice, nice. സവാൾ. സൂപ്പർ സൂപ്പർ. So, today we are giving you 98 out of 100. ആണ്ടി ഒരു നാടൻ പൂക്കുറ്റി.